الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്കൊത്ത് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹിതമായ മാതൃകകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പരമാവധി സൂക്ഷ്മതയും ജാഗ്രതയും പുലർത്തി മുമ്പോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പള്ളിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വിശദമായല്ല, സൂചനകൾ മാത്രം നൽകിക്കൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഒന്നാമതായി, അല്ലാഹുവിൻ്റെ പള്ളികളുടെ പ്രാധാന്യത്തെയും പള്ളിയുമായി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, സമൂഹത്തിൽ ദൈവിക സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ. ഒരങ്ങാടിയിൽ ചെല്ലുമ്പോൾ അവിടെ ജനങ്ങൾക്ക് ആവശ്യമായ ഭൗതിക സാമഗ്രികൾ വിൽപ്പനക്ക് വച്ചിരിക്കുന്ന തിരക്ക് പിടിച്ച മാർക്കറ്റുകളുണ്ട്. ജനങ്ങളുടെ യാത്രയ്ക്കു വേണ്ടി, ഗതാഗത സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ തെരുവോരത്തെ ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും വിമാനത്താവളങ്ങളുമുണ്ട്. ജനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ വേണ്ടി
അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും യാത്ര ചെയ്യാൻ ആവശ്യമായ പാലങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന്റെ ദുനിയാവിന്റെ ജീവിതത്തിന്റെ സൗകര്യത്തിന് വേണ്ടി തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനങ്ങൾ തന്നെയാണ്. അതേസമയത്ത് അതിനേക്കാളൊക്കെ എത്രയോ അപ്പുറത്ത് മൂല്യമുള്ള ഒന്നാണ് അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത്. മനുഷ്യൻ ഈ ആരംഭിച്ചിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളെയും പ്രയോജനപ്പെടുത്തി വിജയകരമായി മുമ്പോട്ടു പോകാനും ഇഹത്തിലും പരത്തിലും അവന് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകാനും പേടികളും ദുഃഖങ്ങളും അവസാനിക്കുന്ന ഒരു ജീവിതം സമ്പാദിക്കാനുമായി റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പ്രദാനം ചെയ്ത ദൈവിക സന്മാർഗത്തിന്റെ വിളക്കുമാടമായ ഒരു പള്ളി അവിടെ ഇല്ലെങ്കിൽ, അവിടെ നിന്ന് പ്രസരിക്കുന്ന ഹുദയുടെ വെളിച്ചമില്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതം എത്രമേൽ ദുസ്സഹവും ഇരുട്ടുപിടിച്ചതുമാകുമായിരുന്നു എന്ന് നമ്മൾ ഒരു നിമിഷം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അഥവാ ആദം അലൈഹിസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ അള്ളാഹു നൽകിയ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം, ഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്ന് വന്നു കിട്ടുന്ന ഹുദ, ആ ദൈവികമായ സന്മാർഗത്തെ പിൻപറ്റി നിങ്ങൾ ജീവിക്കുമ്പോഴാണ് ഖൗഫും ഹുസ്നുമില്ലാത്ത, ദുഃഖങ്ങളും പേടികളുമില്ലാത്ത ഒരു ജീവിതം മനുഷ്യന് കരഗതമാവുക. ആ ദൈവിക ഹിദായത്തിന്റെ വിളക്കുമാടങ്ങളാണ് യഥാർത്ഥത്തിൽ പള്ളികൾ എന്ന് പറയുന്നത്. നിരന്തരം തിരക്കോട് തിരക്കായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കർമ്മമേഖലകളിലും ഈ ദൈവിക ഹിദായത്തിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പള്ളികൾ. അല്ലെങ്കിൽ പള്ളികളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മനോഹരമായ ബാങ്കുലികൾ നമ്മോട് അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തിരക്കിലൂടെ പരക്കം പായുന്ന മനുഷ്യ, ഒരു നിമിഷം ഇപ്പോൾ നീ പണിയെടുത്തു കുറെ ലൗകിക ജീവിതവുമായി വല്ലാതെ ബന്ധപ്പെട്ട് നിന്റെ മനസ്സിൽ ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള വിചാരങ്ങൾ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഹയ്യാല സ്വലാത്തി ഹയ്യാലൽ ഫലാഹ്. അതുകൊണ്ട് നീ നമസ്കാരത്തിലേക്ക് വരൂ, അതുവഴി വിജയത്തിലേക്ക് വരൂ എന്ന് നിരന്തരം എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പിടുത്തം വിട്ടുപോകുന്നോ അപ്പോഴൊക്കെ ഈ ദൈവിക ഭവനത്തിലേക്കുള്ള വിളിയാളം നമ്മൾ കേൾക്കുകയാണ്. ചാർജ് തീർന്നുപോയ ഒരു ബാറ്ററി വീണ്ടും കുത്തി ചാർജാക്കുന്നത് പോലെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ധാർമ്മിക ചൈതന്യത്തെ നിരന്തരം 5 നേരം ഈ പള്ളിയിൽ ഹാജരായി നമ്മൾ ആ ദൈവിക സന്മാർഗത്തിന്റെ ഊർജം വീണ്ടെടുത്തുകൊണ്ട് ജീവിതത്തിന്റെ മേഖലകളിലേക്ക് തിരിച്ചു പോവുകയാണ്. നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞു. ഫഇദാ ഖുളിയത്തിസ് സ്വലാത്തി ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫളിലില്ലാഹി വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നമസ്കാരാനന്തരവും നിങ്ങൾ പള്ളിയിൽ ചടഞ്ഞിരുന്ന് പ്രയോജനമില്ലാത്ത വർത്തമാനങ്ങളിൽ കെട്ടുപിണഞ്ഞവിടെ സമയം കളയണ്ട. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപരിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച അവന്റെ ഔദാര്യങ്ങളിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം, അത് സമ്പാദിക്കണം, നേടിയെടുക്കണം, അതിനായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. പക്ഷേ അതേസമയം വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകളിലേക്കാണോ നിങ്ങൾ തിരിയുന്നത് അവിടെയൊക്കെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ, പള്ളിയിൽ നിന്ന് നമസ്കാരത്തിന് ശേഷം കൊളുത്തിയെടുത്ത ആ ദൈവിക സന്മാർഗത്തിന്റെ വെളിച്ചം, അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തെ വിജയപ്രദമാക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയത് ഓഫീസിലേക്കാണ്, പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയത് മാർക്കറ്റിലേക്കാണ്. ഓരോരുത്തരും വ്യത്യസ്തങ്ങളായ അവരുടെ ജീവിതായോധന മേഖലകളിലേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ വദ്കുറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ കാര്യമായി ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം എന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ സച്ചരിതരായ അടിമകൾ സുജൂദ് ചെയ്യുന്ന ഭൂമിയിലെ ഏറ്റവും പവിത്രമായ ആദരണീയമായ സ്ഥാനങ്ങളാണ് പള്ളികൾ എന്ന് പറയുന്നത്.
അതിന് അള്ളാഹുവിന്റെ വീട് എന്നാണ് വിശേഷിപ്പിച്ചത്. ബൈത്തുള്ള എന്ന് പറയുന്നു. അള്ളാഹുവിന്റെ ഭവനമാണ് പള്ളികൾ. അള്ളാഹുവിന്റെ ഭവനം നമ്മൾ ആലോചിച്ചു നോക്കൂ. ഏറ്റവും വിശാലമായ ഒരു വർത്തമാനമാണത്. പക്ഷേ അതിന്റെ വിശാലത പരമ്പരാഗതമായ നമ്മുടെ ചിന്താരീതി കൊണ്ട് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പള്ളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനങ്ങളാണെങ്കിൽ അള്ളാഹു ആർക്കൊക്കെയാണോ അവകാശപ്പെട്ടത് അവർക്കൊക്കെ അവകാശപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പള്ളികളും. ഇത് നമ്മൾ അടിവരയിടേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ലോകപ്രസിദ്ധയായ സാഹിത്യകാരിയും മുസ്ലിമുമായിരുന്ന കമലാ സുറയ്യ അവർ മരണപ്പെട്ട സന്ദർഭത്തിൽ അവരുടെ കബറടക്കത്തിന്റെ ചടങ്ങുകൾ നമ്മുടെ വാർത്താ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെട്ടത്. പാളയപ്പള്ളിയിൽ ഇതാ ആളുകൾ, ഇതാരൊക്കെയാണ് ഈ ഒന്നാമത്തെ സുഫിൽ വന്ന് നിൽക്കുന്നത്? ഇപ്പോഴും ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത അവരുടെ മകൻ, ബന്ധുമിത്രാദികൾ, ഇങ്ങനെ ഈ അമുസ്ലിങ്ങളായ ആളുകളെയൊക്കെ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കയറ്റാമോ? ചില ആളുകൾക്ക് സംശയം ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഭവനമെന്നാണ് പള്ളിയെ വിശേഷിപ്പിച്ചത്. അള്ളാഹു ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? അള്ളാഹു എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവൻ മുസ്ലിങ്ങളുടെ കുലദൈവമല്ല, അവൻ ജാതി ദൈവമല്ല. അള്ളാഹുവിനെ ഖുർആൻ പരിചയപ്പെടുത്തി ഒന്നാമത് പറഞ്ഞത് അവൻ റഹ്മാനും റഹീമുമാണ്, അവൻ റബ്ബുൽ ആലമീനാണ് എന്നാണ്. സർവ്വലോകങ്ങളുടെയും നാഥനായ ദയാനിധിയായ കാരുണ്യവാനാണ് പടച്ച തമ്പുരാൻ. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്, ജനങ്ങളുടെ ദൈവം, ജനങ്ങളുടെ ആരാധ്യൻ, ജനങ്ങളുടെ രാജാവ്, മനുഷ്യരുടെ എല്ലാവരുടെയും ആ അള്ളാഹു എല്ലാവരുടേതുമാണെങ്കിൽ തീർച്ചയായും അവിടെ പ്രവേശിക്കാൻ അവർക്കും അനുവാദമുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് പോവുകയല്ല. പ്രിയമുള്ളവരെ, ആലോചിക്കണം. ഏറ്റവും വിശാലമായ ഒരു വിശേഷണമാണ് അള്ളാഹുവിന്റെ പള്ളി, അള്ളാഹുവിന്റെ ഭവനമാണ് എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണല്ലോ മഹാനായ പ്രവാചകൻ പല സന്ദർഭങ്ങളിലും അമുസ്ലിങ്ങളുമായി ചർച്ച ചെയ്യാൻ വിദേശങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളുമായിട്ട് പ്രവാചകൻ ഒരു രാഷ്ട്രനായകൻ എന്ന നിലയിൽ ചർച്ചകൾ നടത്തുമ്പോൾ അത് മദീനത്തെ പള്ളിയിൽ വെച്ചായത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നെജ്റാനിൽ നിന്നൊരു പാതിരി സംഘം വരുന്നു. ആ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായിട്ട് പ്രവാചകൻ ചർച്ച ചെയ്യുന്നത് മദീനത്തെ പള്ളിയിൽ വെച്ചായിരുന്നു എന്ന് നമുക്കറിയാം. ആ സംഘം അവിടെ പ്രാർത്ഥിക്കുക പോലും ചെയ്തു എന്ന് നമുക്കറിയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആശയങ്ങളെ അഥവാ ഈ ദൈവിക സന്മാർഗത്തിന്റെ സന്ദേശത്തെ സ്വീകരിക്കാതെയാണ് ആ നെജ്റാൻ സംഘം തിരിച്ചു പോകുന്നത്. ഒരുപക്ഷെ അവർ സ്വീകരിക്കാം, നിരാകരിക്കാം, അതൊന്നും വിഷയമല്ല. അള്ളാഹുവിന്റെ ദൈവികമായ ഈ ദർശനത്തെക്കുറിച്ച് സംവദിക്കാനും സംസാരിക്കാനുമുള്ള ഏറ്റവും വലിയ ഒരു പ്രബോധനത്തിന്റെ ഒരു സംഗമസ്ഥാനമായി അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളിയെ പരിഗണിച്ചു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. പള്ളിയിൽ അവർ ചവിട്ടുമ്പോൾ നിഷിദ്ധമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, കണ്ണു തുറന്ന് കാണേണ്ടതുണ്ട്. പ്രവാചകൻ ഒരിക്കൽ നജിദിലേക്ക് ഒരു സൈനിക സംരംഭത്തെ നിയോഗിച്ചു. ആ സൈനിക സംരംഭം തിരിച്ചു വന്നപ്പോൾ സഹാബിമാർ അവിടെ നിന്ന് മുശ്രിക്കായ ഒരു ശത്രുവിനെ കൂടെ കൊണ്ടുവരികയാണ്. അങ്ങനെ പിടിക്കപ്പെട്ട ഈ ശത്രുവിനെ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ ഉള്ളിലെ ഒരു തൂണിൽ അവർ ബന്ധനസ്ഥരാക്കി. സൂചിപ്പിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിച്ച സംഭവം. ഞാൻ സൂചിപ്പിക്കുന്നത് മുശ്രിക്കായ മനുഷ്യൻ പള്ളിയിൽ കയറാൻ അനുവാദമുണ്ടായിരുന്നില്ലെങ്കിൽ, അവൻ കയറുന്നത് നിഷിദ്ധമാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോ സഹാബത്തോ അങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ. തീർച്ചയായും നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രബലമായ ഹനഫി മദ്ഹബിലും ഷാഫി മദ്ഹബിലും തീർച്ചയായും അമുസ്ലിങ്ങളായ ആളുകൾക്ക് മുശ്രിക്കുകൾക്ക് പള്ളിയിൽ കയറാൻ അനുവാദമുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം എന്ന് നമ്മൾ അറിയണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് മസ്ജിദുൽ ഹറാമിൽ കയറാൻ പാടില്ലെങ്കിലും മറ്റുള്ള എല്ലാ പള്ളികളിലും അമുസ്ലിങ്ങൾ അടക്കമുള്ളവർക്ക് അവിടെ നടക്കുന്ന ചടങ്ങുകൾ വീക്ഷിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അള്ളാഹുവിന്റെ ഭവനങ്ങളുടെ വാതിലുകൾ വിശാലമായി തുറന്നിട്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ പള്ളികളുടെ പ്രാധാന്യത്തെ, ആ പള്ളിയുടെ പുണ്യത്തെ, പള്ളിയിൽ പോകുന്നതിന്റെ ശ്രേഷ്ഠതയെ, ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും വിചാരങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്ക് പള്ളിയുമായിട്ടുള്ള ബന്ധം യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ അർത്ഥത്തിൽ സംതൃപ്തി നൽകുന്നതാണോ, ശക്തമാണോ എന്നൊക്കെ പരിശോധിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത്
എല്ലാവരും അവരവരുടെ പാപങ്ങളുടെ വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അത്യുഷ്ണത്തിന്റെ മഹിഷറിൽ കോടാനുകോടി മനുഷ്യരങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ സവിശേഷമായ തണലുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. 7 വിഭാഗങ്ങളുണ്ട്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അള്ളാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലിന്റെ കുളിർമയും അനുഭവിക്കാൻ കഴിയാത്ത ആ ദിവസം അള്ളാഹു 7 വിഭാഗക്കാർക്ക് തണൽ നൽകും. അതിൽ ഒരു വിഭാഗത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഹൃദയം ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. പള്ളികളുമായിട്ട് ഹൃദയബന്ധം സ്ഥാപിച്ച ഒരു മനുഷ്യനാണ് അന്ന് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സവിശേഷമായ അനുഗ്രഹം സിദ്ധിക്കുന്ന ഒരാൾ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. ഒരു വിശ്വാസിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ദിവസവും പള്ളിയുമായി ബന്ധപ്പെടാത്തത് കടന്നുപോകുന്നില്ല എന്ന് നമ്മൾ അറിയണം. നിരന്തരമായി അവർ പള്ളിയുമായി ജമാഅത്തുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എത്രയോ ഹദീസുകൾ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഒരാൾ രാവിലെയും വൈകുന്നേരവും പള്ളിയിൽ പോകുന്നു. മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, ഒരാൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും പള്ളിയിൽ പോകുന്നവനാണ്. അഅദ്ദല്ലാഹു ലഹു ഫിൽ ജന്നത്തി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസ്. അയാൾ എത്ര കാലം അങ്ങനെ പള്ളിയുമായിട്ട് നിരന്തര ബന്ധം കാത്തു സൂക്ഷിക്കുന്നുവോ ആ കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു സൽക്കാരം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത്ര മനോഹരമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വീട്. അവിടെ വരുന്നവർ അള്ളാഹുവിന്റെ വിരുന്നുകാർ. ആ വിരുന്നുകാർക്ക് അള്ളാഹു സ്വർഗ്ഗത്തിൽ സൽക്കാരമൊരുക്കുന്നു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മൻ തതഖറ ഫീ ബൈതിഹി സുമ്മ മല്ലാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി ലിയഖ്ലിയ ഫരീളതൻ മിൻ ഫറായിലില്ലാ. പ്രവാചകൻ പറയുന്നു, ഒരാൾ വീട്ടിൽ അംഗശുദ്ധി വരുത്തി ഉളുവെടുത്തു, എന്നിട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫർളായ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അയാൾ പള്ളിയിലേക്ക് പോവുകയാണ്. ഖുതുവാതുഹു ഇഹ്ദാഹുമാ തഹത്തു ഖതീഅതൻ. പ്രവാചകൻ പറഞ്ഞു, അയാളുടെ ഒന്നാമത്തെ കാലടിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഹത്തു ഖതീഅതൻ, അയാൾ ചെയ്ത പാപം അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്, മായ്ച്ചു കളയുകയാണ്. പാപം അയാളുടെ ജീവിതത്തിൽ നിന്ന് പൊഴിഞ്ഞു പോവുകയാണ്. വൽ ഉഖ്റാ തർഫഉ ദറജതൻ. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ്. രണ്ടാമത്തെ കാലടി അയാൾ വെക്കുമ്പോൾ അയാളുടെ ദറജ, അയാളുടെ പദവി ഉയരുകയാണ് അല്ലാഹുവിങ്കിൽ. ഒന്നാമത്തെ കാലടിയിൽ പാപം പൊറുക്കപ്പെടുന്നു, രണ്ടാമത്തെ കാലടിയിൽ അയാളുടെ പദവി ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് പള്ളിയിൽ പോകുന്നവരെ കണ്ടാൽ റസൂലുള്ളാഹി പറഞ്ഞു, അവർ ഈമാനുള്ളവരാണ് എന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇദാ റഅയ്തുർ റജുല യഅ്താദുൽ മസ്ജിദ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ. പ്രവാചകൻ പറയുന്നു, പതിവായി പള്ളിയിൽ പോകുന്ന ആളുകളെ കണ്ടാൽ, ഒരാളെ കണ്ടാൽ നിങ്ങൾ ഫശ്ഹദൂ ലഹു ബിൽ ഈമാൻ, അയാൾക്ക് ഈമാനുണ്ട് എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊള്ളുക. എന്നിട്ട് പ്രവാചകൻ ഈ ആയത്തോതി, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലും പരലോകത്തിലും നല്ല വിശ്വാസമുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ പള്ളികൾ പരിചരിക്കാൻ അവകാശമുള്ളൂ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയുണ്ടായി. ഇങ്ങനെയുള്ള പള്ളികളുമായി നമ്മുടെ ബന്ധം പരിശോധിക്കണം. തിരക്കിനിടയിൽ പലപ്പോഴും ആളുകൾക്ക് പള്ളിയുമായി ബന്ധപ്പെടാൻ നേരമില്ലാതായിരിക്കുന്നു. ഒരു വഖത്ത് പോലും സ്വന്തം വീടിനടുത്തുള്ള പള്ളിയിൽ അല്ലെങ്കിൽ ഏതോ ഒരു പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കാത്ത എത്രയോ സഹോദരങ്ങൾ ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്ന സദസ്സിൽ പോലും ഉണ്ടായിരിക്കും. വളരെ ഗൗരവത്തിൽ നമുക്ക് പരിശോധിക്കാൻ കഴിയേണ്ടതുണ്ട്. എന്തുമാത്രം ഗൗരവമുണ്ട് പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് എന്ന് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ബുലൂഗുൽ മറാം പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി, സുബഹിക്കും ഇശാക്കും പള്ളിയിലേക്ക് വരാത്ത ആളുകൾ, ആ ആളുകളുടെ അവസരവാദികളായ ആ മുനാഫിക്കുകളുടെ വീടുകൾ കത്തിച്ചു കളയാൻ ഞാൻ ചിന്തിച്ചുപോയി. റഹ്മത്തുല്ലിൽ ആലമീനായ പ്രവാചകനാണ് പറയുന്നത്. അത്രമാത്രം ഗൗരവമുണ്ട് ആ വിഷയത്തിന്. സുബഹിക്കും ഇശാക്കും പള്ളിയിലേക്ക് വരുന്നത് അവസരവാദികൾക്ക്, മുനാഫിക്കുകൾക്ക് വളരെ പ്രയാസമായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും നമ്മുടെ പള്ളികളിൽ ഈ 2 വഖത്തുകൾക്കായിരിക്കും ആളുകൾ കുറവ്. ഒരുപാട് ന്യായങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, എല്ലാ ആളുകളും രാത്രി 12 മണി കഴിഞ്ഞ് ജോലിയിൽ നിന്ന് വീട്ടിൽ തിരിച്ചെത്തുന്നവൻ പോലും വീട്ടിൽ ഉറപ്പായി ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണല്ലോ ഫജ്റിന്റെ സമയം, സുബഹി നമസ്കാരത്തിന്റെ സമയം.
അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പള്ളികളിൽ ഏറ്റവും കൂടുതൽ ജമാഅത്തിൽ അംഗങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് സുബഹി നമസ്കാരത്തിലാണല്ലോ. എന്താണ് സ്ഥിതി? അത്ഭുതകരമായ കാര്യം, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ പോലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ ശുഷ്കാന്തി കാണിക്കുന്ന, അതിനുവേണ്ടി വീറോടെ മുദ്രാവാക്യം വിളിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നമ്മുടെ യുവാക്കൾ പോലും അവരുടെ വീടിനടുത്തുള്ള പള്ളികളിൽ സുബഹി നമസ്കാരത്തിന് ഹാജരാകാത്തവരാണ് എന്നത് അത്ഭുതകരമായ ഒരു കാര്യമാണ്, പഠിക്കേണ്ട ഒരു കാര്യമാണ്. അവർ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലും സംഘടനകളിലും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്ന സുബഹിന്റെ സന്ദർഭത്തിൽ ജമാഅത്തിന് അവർ പലപ്പോഴും അവരെ കാണാറില്ല. വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. മുൻഗാമികളുടെ സ്വഭാവം എന്തായിരുന്നു? വിശദീകരിക്കാൻ സന്ദർഭമില്ല. സ്വഹാബിമാരുടെ തലമുറ, പ്രവാചകൻ പറഞ്ഞല്ലോ, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും നല്ല തലമുറ എന്ന് പറയുന്നത് എന്നോടൊപ്പമുള്ള ഈ തലമുറയാണ്. അതിനുശേഷം സഹാബത്തിന്റെ തലമുറ, അതിനുശേഷം താബഈങ്ങളുടെ തലമുറ. നമ്മൾ ആലോചിച്ചു നോക്കൂ, ആ സഹാബത്തിന്റെയും പ്രവാചകന്റെയും തലമുറയ്ക്ക് ശേഷം താബഈങ്ങളുടെയും താബഈങ്ങളുടെയും തലമുറകളിൽ അവരെന്ത് സമീപനമാണ് ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിച്ചിരുന്നത്? അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പള്ളിയിലെ ജമാഅത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ സംഘനമസ്കാരങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി പങ്കെടുത്തിരുന്നു. മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞ ഒരു വർത്തമാനമുണ്ട്, നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു സംഭാഷണ ശകലമാണത്. അദ്ദേഹം പറയുകയുണ്ടായി, കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി നമസ്കാരങ്ങളിൽ ഒരാളുടെ മടമ്പുകാല് ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. സഈദ് ഇബ്നുൽ മുസയ്യിബ് പറഞ്ഞതാണ്. മടമ്പുകാല് കാണണമെങ്കിൽ രണ്ടാമത്തെ സഫിൽ നിൽക്കണമല്ലോ. കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഒന്നാമത്തെ സഫിൽ നിന്ന് നമസ്കരിക്കുന്നയാളാണ് അദ്ദേഹം. പ്രിയമുള്ളവരെ, നമ്മളെ താരതമ്യം ചെയ്യേണ്ടതുണ്ട്, നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. എവിടെയും ഒന്നാമനായി എത്താൻ ഏത് കോമ്പറ്റീഷനിലും ഏത് മത്സര പരീക്ഷകളിലും ഒന്നാമതെത്താൻ ശ്രമിക്കുന്നു നമ്മൾ. നമ്മുടെ കുട്ടികളെ ഒന്നാം സ്ഥാനം കിട്ടാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു നമ്മൾ. പക്ഷേ ഈ മാർഗത്തിൽ ഒന്നാമതെത്താൻ പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോലും വരാതെ പോകുന്നുവെങ്കിൽ അത് ഈമാനികമായ ദൗർബല്യമാണ് എന്ന് ഒന്നാമതായിട്ട് എന്നോടും സാന്ദർഭികമായി നിങ്ങളോടും സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മളോടൊരു പ്രഖ്യാപനം നടത്താൻ പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അർത്ഥം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. അവസാനം അല്ലാഹു പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനായിരിക്കും. ഇസ്ലാമികമായ കാര്യങ്ങളിൽ ഒന്നാമനായിരിക്കും ഞാൻ. അന അവ്വലുൽ ഒന്നാമത്തെ സദസ്സിൽ സൊഫിൽ ഞാൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിന് എന്റെ വീടിനടുത്തുള്ള പള്ളിയിൽ ജമാഅത്ത് നടക്കുമ്പോൾ ആ ഇമാമിന്റെ വലതുഭാഗം ചേർന്ന് ഒന്നാമത് നിൽക്കുന്നവൻ ഞാനായിരിക്കും എന്ന ഒരു നിർബന്ധ ബുദ്ധി യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. പള്ളി നിർമ്മാണത്തിന് വേണ്ടി ഒരു ഫണ്ടുണ്ടെന്നും ആ ഫണ്ടിൽ സംഭാവനകൾ ചെയ്യണമെന്നും എല്ലാ മാസത്തിലും ആദ്യത്തെ വാരം നമ്മൾ പറയാറുണ്ട്. വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു നിർദ്ദേശമാണത്. പള്ളികൾ നിർമ്മിക്കപ്പെടണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോകരക്ഷിതാവിന്റെ ദർശനത്തിന്റെ വിളക്കുമാടങ്ങളാണ് സമൂഹത്തിൽ പള്ളികൾ എന്ന് പറഞ്ഞാൽ. സന്മാർഗമാണ് അവിടെ നിന്ന് പ്രസരിക്കുന്നത്. ഈ ഹിദായത്തിന്റെ പ്രബോധനമാണ് അവിടെ നിന്ന് നടക്കേണ്ടത്. അങ്ങനെയുള്ള പള്ളികൾ നമ്മുടെ നാട്ടിൽ വേണം. തീർച്ചയായും അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിക്കുന്നതിന്റെ പുണ്യത്തെ സംബന്ധിച്ചൊക്കെ ധാരാളം നബിപാഠങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹ് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസ്. അല്ലാഹുവിന് വേണ്ടി ആരെങ്കിലും പള്ളി നിർമ്മിച്ചാൽ അല്ലാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കും എന്ന് പറയുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കാടപ്പക്ഷിക്ക് മുട്ടയിടാൻ മാത്രമുള്ള ഒരു ചെറിയ സ്ഥലമാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ പള്ളിയാക്കി ഒരാൾ നിർമ്മിക്കുന്നതെങ്കിൽ അവന് പോലും അല്ലാഹുവിന്റെ ഈ അനുഗ്രഹം സിദ്ധിക്കുമെന്ന് പ്രവാചകൻ വിശദീകരിച്ചു. അതുകൊണ്ട് പള്ളി നിർമ്മാണം വളരെ പുണ്യകർമ്മമാണ്. പക്ഷേ അതേസമയം നമ്മൾ അറിയണം, ആ മേഖലയിലും മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് അശാസ്ത്രീയതകളുണ്ട്. വിശദീകരിച്ചു പറയാൻ സന്ദർഭമില്ല. ചിലയിടത്ത് നമ്മൾ ചെല്ലുമ്പോൾ ചില അങ്ങാടികളിൽ 5 മിനിറ്റ് നടന്നാൽ 5 പള്ളികൾ നമ്മൾ കാണുന്നു. ഒരുപക്ഷെ അനാവശ്യമായിടത്തും. എന്നിട്ടൊരു വക്കത്തിന് ബാങ്ക് വിളിക്കുമ്പോൾ ആകപ്പാട് ഒരു ശബ്ദകോലാഹലം. നമ്മുടേതുപോലുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ആളുകൾക്ക് ഒരുപക്ഷെ ശല്യമെന്ന് തോന്നാവുന്ന രീതിയിൽ പണ്ടൊരാൾ ചോദിച്ചല്ലോ, ഒരു ഹിന്ദി കവി ചോദിക്കുകയുണ്ടായി, അല്ല മുസ്ലിങ്ങളുടെ ദൈവത്തിന്റെ കാത് കേൾക്കുകയില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. പലപ്പോഴും തെറ്റിദ്ധാരണകൾ വളർത്തുകയാണ്.
എന്ത് ആ പള്ളിയിൽ പോകുന്നവൻ ഈ പള്ളിയിൽ പോകാത്തത്? അങ്ങാടിയിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ 5 പള്ളികൾ. അതേസമയം കേരളത്തിൽ പല ഭാഗങ്ങളിലും പല ജില്ലകളിലും നമ്മൾ സഞ്ചരിക്കുമ്പോൾ മണിക്കൂറുകളോളം സഞ്ചരിച്ചാലും ഒരു നമസ്കാര പള്ളി പോലും കാണാത്ത എത്രയോ ഇടങ്ങളുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ പള്ളി നിർമ്മാണം ശാസ്ത്രീയമാക്കുന്നതിനെക്കുറിച്ചും മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ പള്ളിയില്ലാത്ത ഇടങ്ങളിൽ അല്ലാഹുവിന്റെ അടിമകൾക്ക് നമസ്കരിക്കാനും അവന്റെ ദീനിന്റെ ദഅവത്തിനും വേണ്ടി ഇസ്ലാമിക സാംസ്കാരിക കേന്ദ്രങ്ങളായ പള്ളികൾ നിർമ്മിക്കുന്നതിൽ, അതിനുവേണ്ടി ശാസ്ത്രീയമായി ആ സംഭാവനകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് സൂചിപ്പിക്കുകയാണ്. പള്ളി കൊണ്ടുള്ള പൊങ്ങച്ചമാണെന്ന് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളികൾ കൊണ്ടുള്ള പൊങ്ങച്ചങ്ങൾ വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഒരൽപ്പം ശ്രമിച്ചാൽ ഒരു പള്ളി വെക്കാം. വേണമെങ്കിൽ ഗൾഫിൽ പോയി നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫിലെ സഹോദരങ്ങളെ സമീപിച്ച് ഒരൽപ്പം പണമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഒരുപക്ഷേ സൂക്ഷ്മത കുറവുണ്ട് നാട്ടിൽ പലിശ നടത്തുന്ന മുതലാളിയിൽ നിന്ന് പോലും സംഭാവന വാങ്ങി ഇന്ന് പള്ളികൾ നിർമ്മിക്കുന്നത് നമ്മൾ കാണുന്നു. പള്ളികൾ ധാരാളം നിർമ്മിച്ചുകൊണ്ട് പൊങ്ങച്ചം കാണിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ പറഞ്ഞു, ഇത്തരം പൊങ്ങച്ച പ്രകടനങ്ങളും വിഭാഗീയതകളും പള്ളിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൂടാ. ലാ തഖൂമു സ്സാഅതു ഹത്താ യതബാഹ അന്നാസു ബിൽ മസാജിദ്. പള്ളി നിർമ്മാണത്തിലെ പരസ്പര പൊങ്ങച്ചം അത് സംഭവിക്കാത്ത കാലത്തോളം അന്ത്യനാളുണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ അന്ത്യനാളിന്റെ അശുഭങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ ഒന്നായിട്ട് പ്രവാചകൻ പറയുകയാണ്, പള്ളികൾ കൊണ്ട് പരസ്പരം പൊങ്ങച്ചം കാണിക്കുന്ന ആളുകളുണ്ടാകും. ഇത് പൊങ്ങച്ചത്തിന്റെ കേന്ദ്രമല്ല, ഇത് തൗഹീദി ജീവിത ദർശനത്തിന്റെ കേന്ദ്രമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അവനെ അല്ലാതെ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടാത്ത കേന്ദ്രങ്ങളാണ് അല്ലാഹുവിന്റെ പള്ളികൾ. വഅന്നൽ മസാജിദ ലില്ലാഹ്. അല്ലാഹുവിനുള്ളതാണ് അവന്റെ പള്ളികൾ, അല്ലാഹുവിന്റേതാണ് പള്ളികൾ. ഇത് നമ്മൾ മുസ്ലിം ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിൽ അടിവരയിട്ട് തിരിച്ചറിയണം. അല്ലാഹുവിന്റേതാണ് പള്ളികൾ. നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, അപ്പോൾ ലോകത്തെ സമയമായി, എവിടെയോ പോകുന്ന വഴിക്ക് ഇറങ്ങിയതാണ്. അടുത്ത് കണ്ട ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറോട് ചോദിക്കുന്നു, ഇവിടെ എവിടെയാണ് പള്ളി? ഉടനെ ആ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ മറുചോദ്യമുണ്ടാകുന്നു, ഏത് പള്ളി? ആരുടെ പള്ളി? സുന്നികളുടെ പള്ളിയാണ്, മുജാഹിദുകാരുടെ പള്ളിയാണ്, ജമാഅത്തുകാരുടെ പള്ളിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅന്നൽ മസാജിദ ലില്ലാഹ്. പള്ളികൾ അല്ലാഹുവിന്റേതാണ്, അല്ലാഹുവിന്റേതാണ് പള്ളി. പള്ളികളെ വിഭാഗീയമായി കാണേണ്ടതില്ല, വർഗീയമായി കാണേണ്ടതില്ല, കക്ഷിത്വപരമായി ചിന്തിക്കേണ്ടതില്ല. പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, അത് തൗഹീദി ജീവിതത്തിന്റെ കേന്ദ്രമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. മൂന്നാമതായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ടാണ്. പള്ളി ഭരണസമിതി എന്നാണ് പലപ്പോഴും ചിലയിടത്തെങ്കിലും പറയുന്നത്. പള്ളി ഭരണസമിതി, അല്ലാഹുവിന്റെ ഭവനം ഭരിക്കാൻ മനുഷ്യരായ ചില ആളുകൾ വിശുദ്ധ ഖുർആനിന്റെ ചൈതന്യവുമായി ചേരുന്നതല്ല. പള്ളി ഭരിക്കുകയല്ല, പള്ളി പരിപാലിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ ഭവനത്തെ പരിചരിക്കുക, പരിപാലിക്കുക. വിശുദ്ധ ഖുർആൻ ആ വാക്ക് തന്നെയാണ് പ്രയോഗിച്ചത്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്. അല്ലാഹുവിന്റെ ഭവനങ്ങൾ, പള്ളികൾ പരിപാലിക്കേണ്ടതാണ്. മറ്റു പല കാര്യങ്ങളിലും വിശദാംശങ്ങൾ തരാത്ത വിശുദ്ധ ഖുർആൻ. നമുക്കറിയാമല്ലോ, നമസ്കാരത്തിന്റെ രീതി പോലും വിശദീകരിക്കാത്ത വിശുദ്ധ ഖുർആൻ. പല കാര്യങ്ങളിലും വളരെ അടിസ്ഥാനങ്ങൾ മാത്രം വിശദീകരിച്ചു പോയ വിശുദ്ധ ഖുർആൻ. പക്ഷേ പള്ളിയുടെ കാര്യം പറഞ്ഞപ്പോൾ പള്ളി പരിപാലിക്കേണ്ടത് ആര് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിശദീകരണം നൽകുന്നു. സൂക്ഷ്മമായി പറഞ്ഞു, ഇന്ന യോഗ്യതകളുള്ളവരെ പള്ളി പരിപാലിക്കാൻ പാടുള്ളൂ. ഇത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. പള്ളി കമ്മിറ്റിയിലേക്ക് മെമ്പർമാരെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും വളരെ ഗൗരവത്തിൽ വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തൗബയിലെ 18-ാമത്തെ വചനം അവരുടെ മനസ്സിൽ വരേണ്ടതുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ല. ആരാണ് ഇമാറത്തുൽ മസ്ജിദ് നടത്തേണ്ടത്? പള്ളികൾ പരിപാലിക്കേണ്ടത് ആരാണ്? ഒന്നാമത്തെ യോഗ്യത മൻ ആമന ബില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് നല്ല ഈമാനുള്ളവർ. പള്ളി കമ്മിറ്റിയിലേക്ക് ഒരു മെമ്പറെ സജസ്റ്റ് ചെയ്യുന്നു, നിർദ്ദേശിക്കുന്നു നമ്മൾ. അയാളുടെ ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ പടച്ച തമ്പുരാനിൽ ഈമാനുള്ളവനായിരിക്കണം അയാൾ. വൽ യൗമിൽ ആഖിർ. ഇവിടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും നാളെ പടച്ചിറപ്പിന്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരുമെന്ന പരലോകബോധമുള്ളവനായിരിക്കണം. രണ്ടാമത്തെ യോഗ്യത. മൂന്നാമത്തേത് അഖാമസ്സലാത്ത്. നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവനായിരിക്കണം. പള്ളി കമ്മിറ്റി പ്രസിഡന്റ് പള്ളിയിലേക്ക് വരേണ്ടത് പൊതുയോഗത്തിന്റെ ദിവസമല്ല. അയാളുടെ മൂന്നാമത്തെ യോഗ്യത അഖാമസ്സലാത്ത്. നമസ്കാരം ശരിക്കും ഉറക്കും അതിന്റെ ചൈതന്യത്തിൽ
ആവർത്തിച്ച് ജീവിതത്തിൽ പതിവാക്കിയവൻ അവനാണ് ഇഖാമത്തുസ്സലാത്ത് നടത്തിയവൻ. മറ്റൊരർത്ഥം കൂടി അതിനുണ്ട്. അള്ളാഹുവിനോടുള്ള ബാധ്യതകളുടെ പ്രതീകമാണ് നമസ്കാരം. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബാധ്യതയും മനുഷ്യരോടുള്ള ബാധ്യതയുമാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ 50% എന്ന് പറയുന്നത് പടച്ചവനോടുള്ള ബാധ്യതയാണെങ്കിൽ മറ്റേ ഭാഗി എന്ന് പറയുന്നത് മനുഷ്യരോടുള്ള സഹപ്രവർത്തകരോടുള്ള ബാധ്യതയാണ്, സഹജീവികളോടുള്ള ബാധ്യതയാണ്. അതിലൊന്നാമത്തെ സംഗതി അള്ളാഹുവിനോടുള്ള ബാധ്യതകളുടെ പ്രതീകമായ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിഷ്ഠയുള്ളവൻ. നാലാമത്തെ ലക്ഷണം സകാത്ത് നൽകുന്നവൻ. തന്റെ സമ്പത്തിന്റെ കൃത്യമായ കണക്കുകളൊക്കെ നോക്കി കൃത്യമായിട്ട് സകാത്ത് കൊടുക്കുന്നവൻ. ഈതാഉസ് സകാത്ത്, പള്ളി പരിപാലന കമ്മിറ്റിയിലെ മെമ്പറായിരിക്കാനുള്ള നാലാമത്തെ യോഗ്യത. മറ്റൊരർത്ഥം കൂടി നമുക്ക് പറയാം. സകാത്ത് എന്ന് പറയുന്നത് മനുഷ്യരുമായുള്ള ബന്ധങ്ങളുടെ പ്രതീകമാണ്. സഹപ്രവർത്തകരുമായി, സഹജീവികളുമായി നമുക്കുണ്ടായിരിക്കേണ്ട ബാധ്യതകളുടെ പ്രതീകമാണ് സകാത്ത് കൊടുക്കുക എന്നത്. നിസ്കാരവും സകാത്തും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ബാധ്യതയും മനുഷ്യരോടുള്ള ബാധ്യതയും രണ്ടും ഒരുപോലെ നിർവഹിക്കുന്നവനായിരിക്കണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, 5ാമത്തെ ലക്ഷണം വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവൻ. വലം യഖ്ശ ഇല്ലല്ലാഹ്, പള്ളി പരിപാലിക്കേണ്ട ആളുകൾ, അവരുടെ കമ്മിറ്റികൾ, അവർക്കുണ്ടായിരിക്കേണ്ട ആ കമ്മിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നത് വലം യഖ്ശ ഇല്ലല്ലാഹ്, പടച്ച തമ്പുരാനെ അല്ലാതെ മറ്റൊരു മഖ്ലൂക്കിനെയും പേടിക്കാത്തവനായിരിക്കണം. ഇത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ പള്ളി പരിപാലിക്കണം. ആരുടെ ഇഷ്ടപ്രകാരം? ജനങ്ങളുടെ ഇഷ്ടപ്രകാരമായിക്കോട്ടെ, നമ്മുടെ ഹവയുടെ ഇഷ്ടപ്രകാരമായിക്കോട്ടെ, നമുക്ക് തോന്നിയതുപോലെ ചെയ്യാമെന്നായിക്കോട്ടെ. അത്തരം സമീപനം പാടില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, മറ്റുള്ളവരുമായിട്ട് അങ്ങനെ ബന്ധമുണ്ടാകുമ്പോഴാണല്ലോ അള്ളാഹുവിന്റെ ഇഷ്ടത്തെ നമ്മൾ അവഗണിക്കുന്നത്. അള്ളാഹുവിന്റെ ഇഷ്ടത്തെ പരിഗണിക്കുന്നവൻ. വലം യഖ്ശ ഇല്ലല്ലാഹ്, പടച്ചവനെയല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവൻ. ഈ യോഗ്യത അള്ളാഹു മനഃപൂർവ്വം പറഞ്ഞതാണല്ലോ, വളരെ ഗൗരവത്തിൽ പറഞ്ഞതാണല്ലോ. ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ശൈലിയിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു വിഷയം ഇസ്ലാമിക പ്രബോധനമാണ്. അതാണല്ലോ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത്. പള്ളിയിൽ നിന്ന് പ്രസരിക്കേണ്ട ഇസ്ലാമിക സന്ദേശങ്ങൾ അതെത്തിച്ചു കൊടുക്കേണ്ട ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത എന്ന് പറയുന്നത്, ഗുണം എന്ന് പറയുന്നത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാത്തവരായിരിക്കണം അവർ എന്നതാണ്. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൂനഹു വലാ യഖ്ശൂന അഹദൻ ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 39-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ്, അവർ അള്ളാഹുവിന്റെ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കുന്നവരാണ്. വയഖ്ശൂനഹു, അവനെ ഭയപ്പെടുന്നവർ. അങ്ങനെ പറഞ്ഞു നിർത്താമായിരുന്നു പടച്ചറപ്പിന്, നിർത്തിയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ എന്ന് പറഞ്ഞു നിർത്തിയില്ല. വലാ യഖ്ശൂന അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാത്ത ഒരുത്തനെയും ഒന്നിനെയും ഭയപ്പെടാത്തവരായിരിക്കണം അവർ. ഇങ്ങനെയുള്ളവരാണ് അള്ളാഹുവിന്റെ റിസാലത്തുള്ള സന്ദേശങ്ങളെ എത്തിക്കേണ്ടത് എന്ന് പറയുള്ളവരെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, പള്ളി പരിപാലനം എന്ന് പറയുന്ന സുപ്രധാനമായ ദൗത്യം അത് നിർവഹിക്കേണ്ടവരാരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വളരെ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു സംഗതി സൂചിപ്പിക്കാനുള്ളത്, പള്ളികളെ ഒരു കാരണവശാലും അനാദരിക്കരുത്. പള്ളികളെ അപമാനിക്കുന്നവരുടെ ഗതി എന്ത് എന്ന് വിശുദ്ധ ഖുർആനും ചരിത്രവും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 114-ാമത്തെ വചനം അല്ലാഹു ചോദിക്കുന്നു, വമൻ അസ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു വസഅ ഫീ ഖറാബിഹി. അള്ളാഹുവിന്റെ പള്ളികളിൽ അവന്റെ നാമധേയം അനുസ്മരിക്കപ്പെടുന്നതിനെ വിലക്കുന്നവരാരാണ്? അവിടെ നാശമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരാരാണ്? വമൻ അസ്ലമു, അവനേക്കാൾ അതിക്രമിയാരാണ്? അവനേക്കാൾ മഹാപാതകിയാരാണ്? അള്ളാഹു ചോദിക്കുന്നു, ഉലൈക മാ കാന ലഹും യദ്ഖുലൂഹാ ഇല്ലാ ഖായിഫീൻ, പേടിയോടുകൂടിയല്ലാതെ അത്തരം ആളുകൾ അള്ളാന്റെ പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല. ലഹും ഫിദ് ദുനിയാ ഖിസ്യൻ, അവർക്ക് ദുനിയാവിൽ നിന്ദ്യത, അപമാനം. വലഹും ഫിൽ ആഖിറതി അദാബുൻ അലീം, തീർന്നില്ല, പരലോകത്ത് അവർക്ക് കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ പള്ളികളെ അപമാനിക്കുന്നവർ, അള്ളാഹുവിന്റെ പള്ളികളെ അനാദരിക്കുന്നവർ, അള്ളാഹുവിന്റെ പള്ളികളെ തകർക്കാനും നശിപ്പിക്കാനും ശ്രമിക്കുന്നവർ. ഈ സൂക്തത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കൂ. സാക്ഷാൽ അബ്രഹത്ത് മുതൽ നരസിംഹറാവു വരെ ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് തിരിച്ചറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. അബ്രഹത്ത് എന്താണ് ചെയ്തത് നമുക്കറിയാമല്ലോ. ഇസ്ലാമുമായി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നു വരുന്നതിന് മുമ്പ്, പ്രവാചകൻ ജനിക്കുന്ന വർഷം അബ്രഹത്ത് കാണിച്ചതെന്താണ് എന്ന് നമുക്കറിയാം. അബസീയൻ രാജാവിന്റെ സാമന്തനായി യമൻ ഭരിക്കുന്ന
സൈനികനായിരുന്നു, ഒരു സൈനിക നേതാവായിരുന്നു അബ്രഹത്ത്. ആ അബ്രഹത്ത് അറബികളുമായിട്ട് അധികാര സംഘർഷമുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം കഅബാലയത്തിനെതിരെ തിരിയുകയാണ്. കാരണം അറബികളുടെ വികാരത്തെ ഏറ്റവും കൂടുതൽ, ഏറ്റവും പെട്ടെന്ന് സ്പർശിക്കാൻ അതാണ് മാർഗമെന്ന് അയാൾക്കറിയുമായിരുന്നു. അങ്ങനെ കഅബാലയത്തിനെതിരെ പ്രചരണം. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാനിവിടെ ഒരു കഅബയുണ്ടാക്കും, ആ കഅബയിലേക്കാണ് എല്ലാവരും വരേണ്ടത്. അങ്ങനെ അബ്രഹത്ത് കഅബയുണ്ടാക്കി. എന്നിട്ട് മക്കത്തെ കഅബ പൊളിച്ചു കളയാൻ ഇന്ന അവ്വല ബൈത്തിൻ ഉലിഅ ലിന്നാസി ലല്ലതീ ബിമക്ക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഭൂമിയിലെ ഒന്നാമത്തെ ദേവാലയം തകർത്തു കളയാൻ അബ്രഹത്ത് തീരുമാനിക്കുന്നു. കഥയൊന്നും ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കറിയാമല്ലോ. 60,000 വരുന്ന ഒരു ആനപ്പട്ടാളവുമായി അബ്രഹത്ത് വരികയാണ്. വഴിയിൽ കണ്ട അറബികളുടെ എല്ലാ സംഗതികളും കൊള്ളയടിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഒരു സ്ഥലത്തെത്തിയിട്ട് ഖുറൈശികളുടെ നേതാവായിരുന്ന അബ്ദുൽ മുത്തലിബിനെ ചർച്ചയ്ക്ക് വിളിക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ചെന്നു. എന്നിട്ട് ആ ചർച്ചയിൽ അബ്ദുൽ മുത്തലിബ് ഒരു ആവശ്യവും ഉന്നയിച്ചില്ല. ഒരൊറ്റ കാര്യം മാത്രമേ അബ്ദുൽ മുത്തലിബ് പറഞ്ഞുള്ളൂ അബ്രഹത്തിനോട്. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നിങ്ങളുടെ സൈന്യം വരണ വഴിക്ക് ഒരുപാട് കൊള്ളകളും കൊലയുമൊക്കെ നടത്തിയല്ലോ, അതിൽ എന്റെ ഒരു 300 ഒട്ടകങ്ങളെയും കൊള്ളയടിച്ചിട്ടുണ്ട്, ആ ഒട്ടകങ്ങളെ എനിക്ക് തരണം. അബ്രഹത്ത് അത്ഭുതപ്പെട്ടു. അത് മാത്രമാണ് അബ്ദുൽ മുത്തലിബിന് പറയാനുണ്ടായി. പിന്നെ കഅബയുടെ കാര്യം, കഅബക്കൊരു നാഥനുണ്ട്, അതിനെ അവൻ സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബ്ദുൽ മുത്തലിബ് പോവുകയാണ്. അങ്ങനെ മക്കയുടെ ചുറ്റുപാടും താമസിച്ചിരുന്ന ഖുറൈശികൾ മാറിക്കൊടുക്കുന്നു. അബ്രഹത്ത് വരുന്നു, നമുക്കറിയാമല്ലോ. അബ്ദുൽ മുത്തലിബ് ചരിത്രത്തിന്റെ ഓരത്ത് നിന്നുകൊണ്ട് കഅബയുടെ മുമ്പിൽ വെച്ച് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ റബ്ബ ഹാദൽ ബൈത്ത് പോകുന്നതിന് മുമ്പ് പറയുകയാണ്, ഈ ഭവനത്തിന്റെ തമ്പുരാനെ നീ തന്നെ ഇതിനെ സംരക്ഷിക്കണം, ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അബ്ദുൽ മുത്തലിബും കൂട്ടരും പോവുകയാണ്. അബ്രഹത്ത് വരുന്നു, ആക്രമണം തുടങ്ങുന്നു. തന്റെ ആനപ്പട്ടാളം, തന്റെ സൈന്യം കഅബയുടെ ദിക്കിലേക്ക് മാത്രം തെളിക്കുമ്പോൾ അനങ്ങുന്നില്ല. അബ്രഹത്ത് അത്ഭുതപ്പെടുകയാണ്. എല്ലാ ദിക്കിലേക്കും എല്ലാ ദിശയിലേക്കും തിരിയും പോകും, പക്ഷേ കഅബയുടെ ദിശയിലേക്ക് മാത്രം അനങ്ങാൻ കഴിയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ കൊച്ചു കൊച്ചു പറവകൾ വരുന്നു. ചരിത്രകാരന്മാർ പറഞ്ഞു, ആ പ്രദേശത്തെങ്ങും അതിനും അത്തരം പക്ഷികളെ കണ്ടിട്ടില്ല. കൊച്ചു കൊച്ചു പറവകൾ വരുന്നു. അവയുടെ ചുണ്ടുകളിൽ ചെറിയ ചെറിയ കല്ലുകളുണ്ട്. നമുക്കറിയാം, ആ കല്ലുകൾ കൊണ്ട് അല്ലാഹു അവരെ ശിക്ഷിച്ചു, ഏറ്റവും ദാരുണമായി ശിക്ഷിച്ചു. ഓടുന്ന ഒരു കാഴ്ചയുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും ദയനീയമായ, പരിഹാസ്യമായ, അപമാനിതമായ ഒരോട്ടമാണ് അബ്രഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവിടെ നുഫൈൽ എന്ന് പറയുന്ന, നുഫൈൽ ഇബ്നു ഹബീബ് എന്ന് പറയുന്ന ഒരു ദൃക്സാക്ഷി ആ ഓട്ടത്തെ വർണ്ണിച്ചുകൊണ്ട് അദ്ദേഹം പാടുകയുണ്ടായി, ഐനൽ മഫറു വൽ ഇലാഹു ത്വാലിബു വൽ അശ്റമുൽ മഗ്ലൂബു ലൈസൽ വാലിബു എന്ന് അബ്രഹത്തിനെ കുറിച്ച് പറയുകയാണ്. ഐനൽ മഫറു വൽ ഇലാഹു ത്വാലിബു, പോലീസ് ഓടിച്ചാൽ, പട്ടാളം ഓടിച്ചാൽ, മനുഷ്യരോടിച്ചാൽ ഒരുപക്ഷെ മനുഷ്യൻ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും. ഐനൽ മഫറു വൽ ഇലാഹു ത്വാലിബു, സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ, അള്ളാഹു തന്നെ പിന്നാലെ വന്നാൽ, പിന്തുടർന്നാൽ ഐനൽ മഫറു, പിന്നെ എവിടെയാണ് ഒരു രക്ഷാസങ്കേതം, എവിടെയാണ് ഒളിക്കാനൊരിടം? വൽ അശ്റമുൽ മഗ്ലൂബു ലൈസൽ വാലിബു, ഈ മുറമൂക്കനായ അബ്രഹത്ത് തീർച്ചയായും അവൻ വിജയിച്ചവനല്ല, അവൻ തോറ്റോടിയവനാണ് എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്കൂ, ചരിത്രത്തിൽ സംഭവിച്ച ഒരു വലിയ ദുരന്തത്തിന്റെ ചിത്രമാണത്. ഇബ്രാഹിം അലൈഹിസ്സലാമാണ് കഅബ പുനർനിർമ്മിച്ചതെങ്കിൽ ചരിത്രത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ മറ്റൊരു ഇബ്രാഹിം അതിനെ തകർക്കാൻ ശ്രമിച്ചതിന്റെ കഥയാണത്. നമുക്കറിയാമല്ലോ, ഖുർആൻ പറഞ്ഞു, ഇത് യർഫഉ ഇബ്രാഹിം ഖവാഇദ മിനൽ ബൈത്തി വഇസ്മായിൽ, ഇബ്രാഹിം നബിയും ഇസ്മായിലും കൂടിയാണ് ഈ കഅബയുടെ ഭിത്തികൾ പടുത്തുയർത്തിയത് എന്ന് ഖുർആൻ. ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ മറ്റൊരു ഇബ്രാഹിം, അബ്രഹത്ത് എന്ന് പറഞ്ഞാൽ അബസീനിയൻ ഭാഷയിലെ ഇബ്രാഹിമിന്റെ തൽഭവമാണ്. അബ്രഹത്ത് എന്ന് പറഞ്ഞാൽ അബ്രഹത്തിന് അല്ലാഹു പാഠം പഠിപ്പിച്ചു എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നു. ഇന്നോളമുള്ള അനുഭവങ്ങൾ, പള്ളിയുടെ നേരെ, അള്ളാഹുവിന്റെ മസ്ജിദുകളുടെ നേരെ കയർത്തവർ, അതിനെ അപമാനിച്ചവർ, ഏറ്റവും നിന്ദ്യമായി വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലഹും ഫിദ് ദുനിയാ ഖിസ്യും, ദുനിയാവിൽ അവർക്കുള്ള നിന്ദ്യത നൽകും. പരലോക ശിക്ഷ മാത്രമല്ല, ദുനിയാവിൽ അവർ അപമാനിക്കപ്പെടും. 460 വർഷം മുസ്ലിങ്ങൾ സുജൂദ് ചെയ്ത ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ബാബരി മസ്ജിദ് തകർത്തവരാരാണോ, അതിന് കൂട്ടുനിന്ന ഭരണകൂടം ഏതാണോ, ആ ഭരണകൂടം ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് അപമാനിതമായി, നിന്ദ്യമായി വിമർശിക്കപ്പെട്ട്, ആക്ഷേപിക്കപ്പെട്ട് തലകുനിച്ചു നിന്നു എന്നൊരു ചരിത്രമാണ്. അതിൽ വ്യക്തിപരമായ ഒത്താശകൾ ചെയ്തു കൊടുത്തവർ, അതിനുവേണ്ടി ഭരണാനുമതി നൽകിയവർ,
അവരൊക്കെ ചരിത്രത്തിലെ ചവറ്റുകൊട്ടയിലേക്കാണ് പോകുന്നത് എന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഏറ്റവും വലിയ അപമാനവും ദുരിതവും പേറിയാണ് ഓരോരുത്തരും രംഗത്ത് നിന്ന് വിടവാങ്ങുന്നത്. ഒരു രാജ്യത്തിന്റെ ഏറ്റവും പരമമായ ഒരു പദവി വരെ എത്തിച്ചേരുക, എന്നിട്ട് അവസാനം ഏറ്റവും മോശക്കാരനായി ജയിലഴികളിൽ അല്ലെങ്കിൽ കോടതി വരാന്തകളിൽ അപമാനിതനായിട്ട് ഇറങ്ങിപ്പോവുക, വ്യക്തിപരമായിട്ട് ഒരുപാട് ദുരന്തങ്ങൾ നേരിടുക, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഹും ഫിദ് ദുനിയാ ഖിസിയുൻ, അവർക്ക് ഈ ലോകത്ത് തന്നെ നിന്ദ്യതയുണ്ട്, വഫിൽ ആഖിറതി അദാബുൻ അലീം, പരലോകത്ത് കഠിനമായ ശിക്ഷയും അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, അല്ലാഹുവിന്റെ പള്ളികൾ, മസ്ജിദുകൾ എന്ന് പറയുന്നത് ദൈവിക സന്മാർഗത്തിന്റെ വിളക്കുമാടങ്ങളാണ്. ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആ സന്മാർഗമാണ്, പ്രബോധനത്തിന്റെ കേന്ദ്രമാണ്. ആ അർത്ഥത്തിൽ പള്ളികളെ നോക്കിക്കാണുവാൻ, അതുമായിട്ട് കൽബ് മുഅല്ലഖായിരിക്കുന്ന, ഹൃദയം ബന്ധിതമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി തീർക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്ന ശരികളെ ജീവിതം കൊണ്ട് ഉൾക്കൊള്ളാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.